അപ്പൊ നമ്മള് ഇൻസ്റ്റാഗ്രാമില് വന്നിരിക്കുന്നത് ഞങ്ങൾ ഇന്നെന്താ ഇൻസ്റ്റാഗ്രാമില് അപ്പൊ ഞങ്ങൾ വന്നിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാല് ഞാൻ പറയാം Q&A നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരുന്നു. പക്ഷെ അതിന് നമ്മൾക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ വീഡിയോയിലൂടെ ചെയ്യാന്നാ വിചാരിച്ചേ. അപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഓൾറെഡി വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് എഡിറ്റ് ചെയ്യാൻ നോക്കിയ സമയത്താണ് മനസ്സിലായത് ഞങ്ങൾ വോയിസ് ഇല്ല, അതില് ആക്ഷൻസ് മാത്രമേ ഉള്ളൂ ഗൈസ്. അപ്പൊ ഞങ്ങൾ വീണ്ടും റീടേക്ക് ആണ് കേട്ടോ. അപ്പൊ ഞങ്ങള് ഈ നിങ്ങളുടെ എല്ലാ ക്വസ്റ്റ്യനുള്ള ആൻസറുമായിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വീടെടുത്ത് നിൽക്കാൻ നിങ്ങൾക്ക് എപ്പോഴാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ തോന്നിയത്? PG കഴിയുമ്പോൾ ഞങ്ങളോട് ഈ ക്വസ്റ്റ്യൻ ഒരുപാട് പേര് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ നിങ്ങൾ PG കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾ ഒരുമിച്ച് ഉണ്ടാവോ? അതുപോലെ ഞങ്ങളുടെ പേരൻസ് ആയാലും കോളേജിലുള്ള ഫ്രണ്ട്സ് ആയാലും എല്ലാവരും ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടല്ലേ. എല്ലാവരും ഇങ്ങനെ ചിലവരൊക്കെ നല്ല രീതിയിൽ ചോദിക്കായിരുന്നു കേട്ടോ, എന്താ നിങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. ചിലവരൊക്കെ കളിയാക്കായിരുന്നു, ഇനിയിപ്പോ ഇത് കഴിഞ്ഞ് എന്താക്കും, PG കഴിഞ്ഞിട്ട് എന്താക്കും എന്നൊക്കെ ഉള്ളൊരു കളിയാക്കുന്നൊക്കെ വിചാരിച്ച ഒരുപാട് പേര് ഞങ്ങളുടെ വാശിയായിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഉള്ള മറുപടി ആയിട്ട് ഞങ്ങൾ വീണ്ടും അപ്പൊ എല്ലാരും ചോദിക്കായിരുന്നു നിങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാരും ചോദിക്കായിരുന്നു. ഞങ്ങൾ പോലും പ്രതീക്ഷിക്കേണ്ട എല്ലാരും എല്ലാം അതത് കറക്റ്റ് സമയത്തിന് ശരിയായിരുന്നു. സത്യം ഞങ്ങള് ഓൾറെഡി പ്ലാൻ ഇട്ടിരുന്നു വീടെടുത്ത് നിക്കണം എന്നുള്ളത്. ഇത് ഞങ്ങൾക്കൊരു സ്വപ്നം പോലെയാണ്. സത്യം ഞങ്ങൾ ഇങ്ങനെ വിചാരിക്കും. കാരണം നോർമലി ഇപ്പൊ ബോയ്സിന് എളുപ്പമാണ് അവരെ വീടെടുത്ത് നിൽക്കാനോ പുറത്തു വിടാനോ എല്ലാ പേരന്റ്സും തയ്യാറാവും. പക്ഷെ ഞങ്ങളുടെ ഇത്ര ആൾക്കാരെ പേരന്റ്സ് തയ്യാറായി. അതെ, കാരണം ഇങ്ങനെ വീട്ടിൽ നിന്നോളൂ എന്താന്നൊക്കെ പറയാൻ ഭയങ്കര സന്തോഷം. ഇത് ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇത് 3 ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടുണ്ട്. ഇത് വീണ്ടും ക്വസ്റ്റ്യൻ വരും, വീണ്ടും ആൻസർ ആണ്. അടുത്തത് എപ്പോഴൊക്കെയാണ് വീഡിയോസ് എടുക്കുന്നത്? ഞങ്ങള് സ്കൂളിലൊക്കെ പോയാണ്ടല്ലോ. അപ്പൊ സ്കൂളിൽ പോയതിനു ശേഷം വന്നിട്ട് എല്ലാരും വീഡിയോ എടുക്കും. പിന്നെ രാത്രി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് രാത്രി ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ വീഡിയോ എടുക്കും. അടുത്ത ക്വസ്റ്റ്യൻ, എന്നും ക്ലാസിക്കൽ മാത്രമാണോ എടുക്കുന്നത്? തമാശ വീഡിയോസ് എടുത്തുകൂടെ? അത് അച്ഛൻ തന്നെ പറയണതാവും ബെറ്റർ. ക്ലാസിക്കൽ നമ്മൾ എന്തായാലും ഓൾറെഡി ഞങ്ങൾ ക്ലാസിക്കൽ ഡാൻസേഴ്സ് ആണ്. അപ്പൊ നമ്മളെപ്പോഴും എല്ലാവരും എന്താ വെച്ചാൽ ക്ലാസിക്കൽ ഡാൻസേഴ്സ് ആണെങ്കിലും അവരെപ്പോഴും അതിൽ ഫോക്കസ് ചെയ്യണം. പക്ഷെ ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം നമുക്ക് എല്ലാ തരത്തിലുള്ള ആർട്ട് ഫോംസ് നമ്മൾ പഠിക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ഡപ്പാങ്കൂത്തും വെസ്റ്റേണും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ തമാശ വീഡിയോസ് എന്ന് പറയുമ്പോൾ നമ്മൾ കോണ്ടന്റ് ഒക്കെ സെറ്റ് ചെയ്ത് എടുക്കണം. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഇനി തമാശ വീഡിയോകൾ വരുന്നുണ്ട്. അത് ഞങ്ങൾ പുതിയ അക്കൗണ്ടായ മച്ചാനും പിള്ളേരും 2.0 ഞങ്ങൾ അപ്ലോഡ് ചെയ്യണതാണ്. ഇനി നിങ്ങൾ അത് സബ്സ്ക്രൈബ് നാല് ക്വസ്റ്റ്യൻ. എനിക്ക് ഡാൻസ് പഠിക്കാൻ താല്പര്യമുണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? അത് നമുക്ക് വേറെ പേജ് ഉണ്ട്, ധൃതി ആർട്ട് അക്കാഡമി എന്ന് പറഞ്ഞിട്ടൊരു പേജ് ഉണ്ട്. അപ്പൊ അതില് ഒന്ന് മെസ്സേജ് ചെയ്യേ ഫോൺ ചെയ്യേ എന്താച്ചാ മതി ചെയ്താൽ മതി കേട്ടോ. എന്താച്ചാ മതി. എന്ത് ഫുഡൊക്കെയാണ് ഉണ്ടാക്കുന്നത്? എല്ലാ ടൈപ്പും ഉണ്ടാക്കാറുണ്ട്. നോർത്ത് ഇന്ത്യൻ ഉണ്ടാക്കി നോർത്ത് ഇന്ത്യയിലാണ്. ഇന്നത് ഞങ്ങൾ നോക്കുമ്പോൾ അടുക്കളയിൽ കൂടെ നെല്ലി കൊടുക്കുന്നത് കൊണ്ടപ്പോ അപ്പൊ തന്നെ എലിച്ചമ്മന്തി ഉണ്ടാക്കി. മിനിയാന്ന് പാറ്റക്കറി. അടുത്ത ക്വസ്റ്റ്യൻ, എന്താണ് എല്ലാവരുടെയും ഫ്യൂച്ചർ പ്ലാൻസ്? ഫ്യൂച്ചർ പ്ലാൻസ് എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഇനി ഒരു കൊല്ലത്തേക്ക് ഞങ്ങള് ഇത് തന്നെയാണ് മുൻപോട്ട്. അടുത്ത കൊല്ലം പറയാം. ഇപ്പൊ ഇക്കൊല്ലം ഇങ്ങനെയാണ് പോണത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഡാൻസ് ഫീൽഡിലാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഇതായിട്ട് തന്നെ ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് അതാണ് ഇഷ്ടം. അപ്പൊ ഇനി വേറെ ഇത് നോക്കാനോ വേറെ ജോലിക്ക് പോകാനൊന്നും നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. അപ്പൊ ഇതിൽ തന്നെ പ്രോഗ്രാംസ് ആയിട്ട് മുന്നോട്ട് പോവുക. പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് എല്ലാവരും അവരുടേതായിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ നോക്കുക. അങ്ങനെ പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന ഫ്യൂച്ചർ പ്ലാൻസ് കല്യാണം ആണെങ്കിൽ അത് വേറെ ക്വസ്റ്റ്യൻ ഉണ്ട്. എക്സ്ക്യൂസ് മീ. നിങ്ങളുടെ ഫാമിലി സപ്പോർട്ട് എങ്ങനെയാണ്? അത് എല്ലാവരും സപ്പോർട്ടാണ്, കട്ടയ്ക്ക് സപ്പോർട്ടാണ്. ഇപ്പൊ ഞങ്ങള് ഒരു
ഇപ്പൊ ഞങ്ങള് എന്താ പറയാ എങ്ങോട്ടെങ്കിലും പ്രോഗ്രാമിന് പോവാനാണെങ്കിൽ തന്നെ എവിടേക്കാ എന്താ ഒന്നും അന്വേഷിക്കില്ല. മച്ചാനുണ്ടോ അതാ മാത്രമേ ചോദിക്കുള്ളൂ. കാരണം അവർക്കറിയാം മച്ചാൻ സേഫ് ആയിട്ട് കൊണ്ടുപോയി വരുന്നു. ഞങ്ങൾ പോലും ചോദിക്കാറില്ല പരിപാടി ചോദിക്കാറില്ല എവിടേക്കാ പരിപാടി. മച്ചാൻ പറയും കൊല്ലാണെങ്കിൽ കൊല്ലാൻ. ഫാമിലി സപ്പോർട്ട് ഞങ്ങളുടെ എല്ലാവരുടെ അത് അടിപൊളി സപ്പോർട്ടാണ്. കാരണം അവരാരും എന്താ പോണ്ട വരണ്ട വെച്ചാൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ഇത്രയും ഗേൾസിനെ ഒരുമിച്ച് ഇത്രയും ദൂരം, ഞങ്ങളുടെ ഒക്കെ വീട് അത്രയും നല്ല ദൂരം, വയനാട് കോഴിക്കോട് അങ്ങനെയല്ലേ. അപ്പൊ ഇത്രയും ദൂരത്തിൽ ആലുവ എന്നുള്ള ടൗണിൽ നമ്മളെ സേഫ് ആയിട്ട് അവർക്ക് നിർത്താനുള്ള ഒരു ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ അതുപോലെ നിന്നിട്ടുള്ളത് കൊണ്ടാണ്. ഇപ്പൊ അവര് എപ്പോഴും ഇങ്ങനെ വീഡിയോ എവിടെ, അടുത്ത വീഡിയോ എവിടെ, അവർക്ക് സ്റ്റാറ്റസ് ഇടാൻ റീലില്ലെങ്കിൽ കഴിഞ്ഞു നമ്മള് കത്തിക്കല്. പിണങ്ങിയവര് ഞാൻ കണ്ടൂല. അടുത്ത ഫസ്റ്റ് ടേക്കിൽ തന്നെ സക്സസ് ആകാറുണ്ടോ റീൽസ്? ഇല്ല, ഒരിക്കലും ഇല്ല. നിങ്ങള് നമുക്കതില്ലേ കാണുമ്പോ തോന്നും ഇരുന്നിട്ട് ഇപ്പൊ ഇവർക്ക് ഇത് തരാട്ടെ പോരാ, ഇരുന്നിട്ട് അങ്ങോട്ട് ചെയ്ത പോരാ. പക്ഷെ ഗായ്സ് ഞങ്ങൾ ഒരു ദിവസം ഞങ്ങൾ ചെയ്യുന്ന ഒരു ഫസ്റ്റ് തൊട്ടുള്ള ടേക്ക് നമുക്ക് കാണിക്കാട്ടെ. ഞങ്ങൾ ഒരു ദിവസം നിങ്ങൾ മടുക്കും സത്യം പറഞ്ഞിട്ട്. നമുക്കില്ലേ മുട്ടൊക്കെ ഞങ്ങൾ മുട്ടുകുത്തി ചെയ്യണം. ഞങ്ങൾ മുൻപല്ല പഠിക്കുക, ഇത് ടേക്ക് എടുക്കുമ്പോൾ എല്ലാരും ഓരോരോ ഇത് പഠിക്കുക. നല്ല വേദന, മുട്ടൊക്കെ ഇരുന്നിരുന്ന് നമുക്ക് നല്ല വേദന എടുക്കും. ചൂട്, ഫാൻ ഇടാൻ പറ്റില്ല, ചൂട്. ഒരു ദിവസം ചിരട്ട തെറ്റി എന്റെ മോളെ തെറ്റിട്ട് മിണ്ടിയാ ഇപ്പോഴും അങ്ങ് തിരിഞ്ഞിരിക്കുള്ളൂ. രണ്ടുപേരും കണ്ടപ്പോ എടുക്കാം. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇത്ര കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഭയങ്കര നമുക്ക് എല്ലാ വീഡിയോസും എടുക്കുന്നതിലും ഓരോ സ്ട്രഗിൾ ഉണ്ട് എല്ലാവർക്കും. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ പക്വത ഉള്ളത് ആർക്കാണ്? ദേവൂനാണ് പക്വത ഉള്ളതെന്ന് ഞങ്ങൾ പറയും. അത് തന്നെ സമരം ചെയ്ത് ഞങ്ങള് അവൾക്ക് നല്ല പക്വതയാണ്. അവളങ്ങനെ നോർമലി ഞങ്ങളുടെ ഇടയിലാണ് അവള് ഓവറായിട്ട് അവള് വിസിബിൾ ആവാറുള്ളൂ. ഇപ്പൊ തന്നെ കണ്ടില്ല ക്യാമറ അവള് വിസിബിൾ ആയി. അപ്പൊ അവക്കാണ് ഞങ്ങളുടെ പക്ഷെ അവളെ കൂടി കഴിഞ്ഞ ഇവര് രണ്ടാളും കൂടി കഴിഞ്ഞ നിൽക്കാൻ പറ്റൂല. മച്ചാനും ദൈവം കൂടി കഴിഞ്ഞു. എനിക്ക് വീഡിയോയില് പറയാട്ടോ. നിനക്ക് പറയാനല്ലേ? ഒന്നും പറയാനില്ല. അടുത്തത്, ഏതൊക്കെ സ്കൂളിലാണ് വർക്ക്? നമുക്ക് എല്ലാവർക്കും നമ്മൾ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ തന്നെ വേറെ വേറെ കലൂര്, കളമശ്ശേരി എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ എറണാകുളം മൊത്തം ഞങ്ങള് മച്ചാൻ പിള്ളേര് കൈയടക്കിക്കാണ്. ദൂരം. അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ ഒരു ഉമ്മത് കൊടുത്താൽ സെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രോഗ്രാംസിന് പോവാറുണ്ടോ? നമുക്കിനി ആക്ച്വലി പ്രോഗ്രാം 3-ാം തീയതി അടുത്ത മാസം എല്ലാവരും വരണം. സെപ്റ്റംബർ 3-നും ഉണ്ട്, സെപ്റ്റംബർ 8-നും ഉണ്ട്. അപ്പൊ എല്ലാരും കാണാൻ വരും. നമുക്കത് സ്റ്റോറി ഇടാം പ്രോഗ്രാമിന് മുന്നേ, അപ്പൊ അവർക്ക് വരാം. എല്ലാരും കാണാൻ വരണം. അടുത്തത്, സെലിബ്രിറ്റീസ് ആയതിന്റെ അഹങ്കാരമുണ്ടോ? ഞങ്ങളൊക്കെ ഒരു പാവങ്ങളല്ലേ ഗൈസ്. ഞങ്ങള് നമ്മൾ ഇപ്പൊ എന്താ സന്തോഷിച്ച നമുക്ക് പുറത്തിറങ്ങുമ്പില്ലേ നമ്മളെ ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. കുറെ ആൾക്കാരൊന്നും ഇല്ലെങ്കിലും അവിടെ നമ്മളൊന്നും കാണാൻ ചോദിക്കുമ്പോ നമ്മളിപ്പോ എത്ര നിങ്ങളാണ് പറയേണ്ടത്. ഞാൻ പറയാമെന്ന് എന്താ വെച്ചാൽ നമ്മളെത്ര ഒരു ദിവസം നമ്മള് ചീഞ്ഞ് കഴിഞ്ഞിട്ട് ആ മെട്രോ സ്റ്റേഷനിൽ കൂടെ നടന്നിട്ട് വരെ അച്ഛനല്ലേ എന്ന് ചോദിച്ചു. തിരിച്ചറിയുന്നുണ്ട്. അടുത്തത്, അതിലിട്ട് എല്ലാരും അവര് ശ്രദ്ധിക്കുന്നുണ്ട്. ബാക്കിൽ നിൽക്കണവരായാലും ഒരുപാട് പേര് നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. അടുത്തത്, നിങ്ങളൊക്കെ തമിഴ് സോങ്സ് ചോയ്സ് സോറി ഞാൻ തമിഴ് സോങ്സ് ചൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇതിലെന്തുകൊണ്ടാണ് ഇവിടെ? അതല്ലേ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടേ. അത് ഓക്കെ, തമിഴ് സോങ്സ് നമ്മൾ ആക്ച്വലി ഞാൻ ഇങ്ങനെ ഇറക്കിക്ക് ആക്ച്വലി പറയണേ. ഞങ്ങൾ ആദ്യം അതാണ് അഹങ്കാരത്തിന്റെ ഒരു മുളക്കലാണത്. ഞങ്ങൾ ആദ്യം ചെയ്തത് തമിഴ് സോങ് ആയിരുന്നു. അപ്പൊ അത് അത്യാവശ്യം റീച്ചായി. അപ്പോ ഞങ്ങൾ വിചാരിച്ച് തമിഴ് സോങ്സ് ചെയ്യാം. പിന്നെ കുറെ ആൾക്കാർ തമിഴ് വ്യൂവേഴ്സ് ആയിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ അത് ചെയ്യാൻ വിചാരിച്ച്. പക്ഷെ ഇപ്പൊ മലയാളം ചെയ്യുന്നുണ്ട്. നല്ല വ്യൂവേഴ്സും
കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ. കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ കൂട്ടത്തിലെ ഫുഡി ആരാണ്? പോട്ടെ സാരല്ല അല്ലേ, പോട്ടെ. അടുത്തത്, പല വീഡിയോസിലും പലരും മിസ്സാണല്ലോ. അതെന്ന് വെച്ചാൽ നമ്മളില്ലേ കോളേജിലുള്ള സമയത്ത് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ ഒന്നും നോക്കണ്ടായിരുന്നു, ഫ്രീ ആയിരുന്നു. ഞങ്ങൾ പഠിക്കുക, ക്ലാസ്സിൽ പോവുക, വീഡിയോസ് എടുക്കുക, അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയിരുന്നല്ലോ. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ വർക്ക് കാര്യങ്ങള്, പിന്നെ ചിലവരെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളെ കുട്ടികളുടെ കല്യാണം ശരിയാലോ. ഇപ്പൊ വർക്കും കാര്യങ്ങളൊക്കെ പോണേ കൊണ്ടാണ്, പിന്നെ നമ്മൾ തന്നെ എടുക്കണ്ടേ. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഓരോരുത്തരും മിസ്സാവണേ കേട്ടോ. ഇപ്പൊ ഉപ്പുമാവില്ല നമ്മളെ പുറത്തുള്ളവർ വരും കേട്ടോ. TG മീരാമ അല്ല, പുറത്തുള്ളവർ മീൻസ് അവര് വീട്ടിലാണ്. വീട്ടിൽ നിൽക്കാത്തവരും വരുന്നുണ്ട്. ഞങ്ങളിങ്ങനെ പ്രോഗ്രാം എല്ലാരും വിളിക്കലുണ്ട്. പക്ഷെ ഇപ്പൊ ഉള്ളവരുടെ ഓരോരുത്തരും പല തിരക്കുമാണ്, ഞങ്ങൾ വിളിക്കാറുണ്ട്. ഇപ്പൊ ഉള്ളവർ ആരെങ്കിലും മാരേജ് കഴിഞ്ഞോ? ഇല്ല, ഇപ്പൊ ഉള്ള എല്ലാവരും മാരേജ് കഴിഞ്ഞിട്ടില്ല. ഡിഗ്രി ഡാൻസ് എടുക്കാനുള്ള കാരണം ചിലപ്പോ BCom ഒക്കെ എടുത്തിരുന്നെങ്കിൽ ഞാൻ IAS ആയിരുന്നു. അതുകൊണ്ടാണ് എന്റെ വീട്ടുകാരൻ. എന്റെ കാര്യം എന്താ വെച്ചാൽ ഞാൻ ചെറുപ്പം തൊട്ട് ഡാൻസ് ആയിരുന്നു പഠിച്ചു വന്നായിരുന്നെ. എന്റെ കാര്യം വെച്ചാല് ഇങ്ങനെ ഞാൻ ചെറുപ്പം തൊട്ട് ഡാൻസ് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു കളിക്കുമ്പോഴൊക്കെ. അല്ല ഭയങ്കര ഇതായിരുന്നു. എന്റെ കൈ എന്നെ ഇത് പറഞ്ഞായിരിക്കും സന്തോഷം. നിങ്ങളിൽ ഏറ്റവും കൂടുതൽ നീതി പുലർത്തുന്നത് ആരാണ്? ഞാൻ തന്നെ. അങ്ങനെ മാറി തുള്ളു ദേവ് തന്നെയല്ലേ നീതി പുലർത്തുന്നത്. നീതി മീൻസ് ഏറ്റവും കൂടുതൽ എന്താ എല്ലാ കാര്യത്തിനും ഭയങ്കരമായിട്ട് മച്ചാനും നന്ദു. മച്ചാനും നന്ദും കൊടുക്കാറുണ്ട്. എല്ലാരും കൊടുക്കാറുണ്ട്, പക്ഷെ കുറച്ചും കൂടി കൂടുതൽ അവർക്ക് ഞങ്ങൾ നീതി കൊടുത്തു. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ടീമിനെ വിജയകരമാക്കുന്നത് എന്താണ്? വിജയാകരമാക്കുന്നത് രേഷ്മ. ഇതിന്റെ ഐക്യം, ഒരു കോർഡിനേഷൻ. ഒരു ഇതിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരേ വേവ് ലെങ്ത് ആയതുകൊണ്ടാണ്, എല്ലാവരുടെയും ആ ഒരു സെറ്റ് ഓഫ് മൈൻഡ് ഒന്നായതുകൊണ്ടാണ് നമ്മള് ഇപ്പോഴും ഒരുമിച്ച് നിൽക്കണം. എല്ലാവരും വേറെ വേറെ വഴിക്ക് പോയേനെ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, എല്ലാവരും സിംഗിൾ ആണ്? ഓൾമോസ്റ്റ്. അതിപ്പോ എങ്ങനെ ഇതിലൊക്കെ പറയാം? 1 2 3 4 കമന്റ്. നിങ്ങൾ പറ, ഞങ്ങളിതിൽ ആരെ കണ്ടിട്ടാ നിങ്ങക്ക് സിംഗിൾ ആയിട്ട് തോന്നണേ? മറ്റൊരാളുടെ എന്തായാലും പറയും. എല്ലാവരും വിഷമത്തോടെ നിൽക്കും. ഞാൻ ചിരിച്ചിക്കാം. അപ്പൊ കമന്റ് തന്നെ ചിരിച്ചിക്കുന്ന കുട്ടിക്കല്ല. ഞാൻ കേൾക്കാം. എന്റെ കുറച്ച് വെറൈറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങളുടെ വീടിന്റെ ലൊക്കേഷൻ എവിടെയാ വരുന്നത്? ലൊക്കേഷൻ ആലുവയിൽ. ഞാൻ പറഞ്ഞ ആലൂര് നേരെ വരിക, കോളനിപ്പടി സ്റ്റോപ്പിൽ ഇറങ്ങുക, അവിടെ ഒരു അമ്പലം ഉണ്ട്. ലൊക്കേഷൻ ഇട്ടുതരാം, വീട്ടിൽ കയറി വന്നോളൂ. അടുത്ത ക്വസ്റ്റ്യൻ, കുറച്ച് ക്യാരക്ടർ ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആട്ടോ. നിങ്ങളിൽ ഏറ്റവും കൂടുതൽ കോമഡി പറയുന്നത് ആരാണ്? മച്ചാന്, അതുപോലെ ദേവു പറയുന്ന ഭയങ്കര പ്രശ്നമാണ്. ബാക്കിയുള്ളവര് ഞങ്ങൾ കാല് പിടിക്കാറ്. പിന്നെ കഴിക്കും, പിന്നെ വീഴും. പിന്നെ എല്ലാരും പറ്റിട്ട് ഇങ്ങനെ, ഇപ്പൊ എന്നെ പറ്റിട്ട് ഇങ്ങനെ കാണിക്കും, അതുപോലെ രേഷ്മനെ പറ്റി കാണിക്കും, എല്ലാരെ പറ്റിട്ട് മച്ചൻ കാണിക്കും. എന്നിട്ട് ഇന്ന് ഞങ്ങൾ ഇന്ന് ചിരിക്കും. പക്ഷേ മച്ചാനെ കാണിച്ചാൽ അന്നിവിടെ ഫുഡില്ല. അത് എന്നെ കാണിക്കാൻ നമുക്ക് അറിയില്ല നേരം പോലെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ സങ്കടം വരുന്നത് ആർക്കാണ്? സോറി, സങ്കടം ഉണ്ടാക്കിക്കാം. പിന്നെ പറയുന്നത് ആരാണ്?
പെട്ടെന്ന് സങ്കടം വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എനിക്ക് സങ്കടമൊന്നും വരാറില്ല. ഞാൻ എപ്പോഴും എല്ലാരും അങ്ങനെയൊക്കെ തന്നെയാ. സങ്കടം വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറില്ല പെട്ടെന്നൊന്നും. പിന്നെ നമുക്ക് പേഴ്സണൽ ഒറ്റപ്പെടുത്തി ഇല്ല, സങ്കടം മീൻസ് എല്ലാവർക്കും അങ്ങനെ പേഴ്സണൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നാലുള്ള അല്ല നമ്മുടെ ഇടയിൽ അങ്ങനെ സങ്കടവും കാര്യങ്ങളൊന്നുമില്ല. അത് ഇന്നലെ മച്ച കുഞ്ഞിതായിട്ടൊന്ന് വഴക്ക് പറഞ്ഞു. അതുകൊണ്ടാ അല്ലേ? 2 ദിവസം മുന്നേ മച്ചാൻ ആരെങ്കിലും വഴക്കിട്ട് കഴിഞ്ഞാൽ ഭയങ്കര സങ്കടവും. മച്ചാന് ഇങ്ങനെ കരയിപ്പിക്കുന്നത് കാണുമ്പോ അവൾക്കൊരു സുഖം. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ ദേഷ്യം ആർക്കാണ്? ഓൾമോസ്റ്റ് മച്ചാൻ. അല്ല, അവളെല്ലാരും ചിരിപ്പിക്കും, ദേഷ്യപ്പെടുത്തും ഒക്കെ ഉണ്ട് വിളിക്ക്. എല്ലാം മച്ചാനാ. അതെ, ഒക്കെ മച്ചാനെ. എല്ലാ കഴിവും കൂടി എങ്ങനെ ഈ ദൈവം കൊടുത്താലും ഒരു കഴിവ്. മച്ചാനെ. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ മടിയുള്ളത് ആർക്കാണ്? ഏത് വഴിക്കാടി എനിക്ക് മടി. മാട്ടി ആർക്കാമ ശരിക്കും മച്ചാൻ? അത് കട്ടേ കട്ട് ചെയ്യണ്ട. ഞാനാണോ? അല്ലല്ല, നീയല്ല, ഞാൻ പറഞ്ഞ നീയല്ലാന്ന്. ഇവക്കല്ല മടി എന്ന് പറഞ്ഞാൽ എല്ലാരും എനിക്കാണ് മടി മച്ചാനെ. മടിയില്ല. ഒന്നുകൂടി പറ, ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറ. ഇല്ല, ആർക്കും മടിയില്ല. ലാസ്റ്റ് നന്ദൊന്നും കണ്ട് എന്റെ അതെടുത്തിടും. പറ ഒന്നുകൂടി ഇല്ല, പറ. ആർക്കും മടിയില്ല. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആട്ടോ. നിങ്ങളുടെ മാരേജ് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഈ ടീം മുന്നോട്ട് കൊണ്ടുപോകും? ഞങ്ങള് ഡൈവോഴ്സ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ ആൾക്കാരുടെ എണ്ണം കൂടും. അതെ, പിന്നെ ഹസ്ബൻഡിനെ കൂട്ടി മച്ചാനും പിള്ളേരും എന്നുള്ളതിലൊരു മച്ചാനും കുഞ്ഞുമക്കളും ഓരോരുത്തർക്ക് 4 എണ്ണം വെച്ചിട്ട് മച്ചാനും കിട്ടിയമാര്. ഞങ്ങള് ഏതെങ്കിലും എന്താ പറയുക അവസ്ഥ ഇത് മരിക്കുക കഴിയുമ്പോഴേക്കും ചാവുന്ന നോക്കണേ. കല്യാണം കഴിഞ്ഞാ എങ്ങനെയാവുന്നൊന്നും നമുക്കൊരു പിടുത്തം. കല്യാണം എന്തായാലും 2-3 വർഷം ഒന്നും ഉണ്ടാവില്ല. 3 വർഷം കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാവില്ല. ഞങ്ങളുടെ കല്യാണം നമുക്ക് അടിച്ചു പൊളിക്കാം ഗൈസ്. അപ്പോ നിങ്ങളുടെ നമ്മള് കുറെ ഒക്കെ ചോദ്യം സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് അതൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും അവിടെ റിപ്ലൈ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇനിയും കൂടുതലായിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ നമ്മളെ കുറിച്ച് എന്തെങ്കിലും അറിയാനൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബിലും. അപ്പൊ ഗൈസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമുക്ക് അടുത്തൊരു വ്ളോഗായിട്ട് കാണുന്നവരെ അയ്യോ വേണ്ട സബ്സ്ക്രൈബ് ചെയ്യാം, കമന്റ് ചെയ്യാം, ഷെയർ ചെയ്യാം, ബെൽ ബട്ടൺ പിന്നെ കൂടാതെ മച്ചാനും പിള്ളേരും 2.0 എന്തായാലും എല്ലാരും പോയി ഫോളോ ചെയ്യണം കേട്ടോ. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗൈസ് കാണാൻ പറ്റും. അപ്പൊ അടുത്തൊരു വീഡിയോസ് ആയിട്ട് കാണുന്നവരെ ബൈ ഗൈസ്. അമർത്തണം.